ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ കിട്ടി സുഹൃത്തുക്കളെ, കിട്ടി നമ്മുടെ ബർത്ത്ഡേ പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമിഗോസ് ട്യൂബിലേക്ക് സ്വാഗതം. മച്ചന്മാർ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെക്കാൻ നേരത്ത് ഇത് നമ്മുടെ ഗ്ലാൻസ് ഊട്ടൻ്റെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ ഇന്ന് അപ്പോൾ ഗ്ലാൻസ് ഹാപ്പി ബർത്ത്ഡേ ടു യു. കൊച്ചിന് കേക്ക് ഇഷ്ടമാണോ? ആ, ഇഷ്ടമാണെന്നാണ് നമ്മുടെ കൊച്ചു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്ലാൻസ് ഊട്ടന് കേക്ക് ഉണ്ടാക്കി കൊടുക്കണ പരിപാടിയാണിന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മച്ചന്മാരെ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മച്ചന്മാരെ, അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ നേരത്തെ നമ്മുടെ ഓറിയോ ഒരു 3 പാക്കറ്റ് ഓറിയോ എടുത്തിട്ടുണ്ട്. ഇത് ചോക്ലേറ്റ് ഫ്ലേവറാണ് കേട്ടോ. പിന്നെ ഒരു കവർ പാല്, പിന്നെ നമ്മുടെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ, നമ്മുടെ കേക്ക് പൊങ്ങി വരാനുള്ള ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ ഓറിയോ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ കുറേശ്ശെ നമ്മുടെ ഓറിയോ ഇട്ട് കൊടുക്കുക. നമ്മുടെ ചെറിയ ജാറായ കാരണം കുറച്ചല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നുള്ളൂ. പൊടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഓറിയോ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ മൊത്തം പൊടിച്ചെടുക്കാം കേട്ടോ. പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിക്ക് വേണ്ടിയുള്ള പൊടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിന് ആവശ്യത്തിന് വേണ്ടിയുള്ള നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളത് പാലിങ്ങോട്ട് പൊക്കി എടുത്ത് ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, കാരണം കൂടിപ്പോയാൽ നമ്മുടെ കേക്ക് പണി പാടും. മച്ചന്മാരെ, അപ്പോൾ പാലൊഴിക്കാൻ നേരത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ പാല് കൂടിപ്പോയാൽ നമ്മുടെ കേക്കിൻ്റെ പൊടി കുറുക്ക് പോലെ പോകും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കേക്ക് കുറുകിപ്പോയിട്ട് നമ്മുടെ പേര് പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല കേട്ടോ. അത് കാരണം മാക്സിമം കുറച്ച് പാലെടുക്കുക. മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിനെ നമ്മളിങ്ങനെ ഇളക്കി നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിനെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാം. കാരണം ഇപ്പോൾ ഏകദേശം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി. കണ്ടല്ലോ ഗൈസ്, നോക്കിക്ക് കണ്ടോ. നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മളിത് എന്തോരം ഇളക്കുന്നു അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സാധനം കിട്ടും കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ കേക്കിന് കുറച്ച് മധുരം കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചേക്കണത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ മതി കേട്ടോ. മച്ചന്മാർ, ഇനി നമുക്ക് നമ്മുടെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അല്ല, അത് 1 ടേബിൾ സ്പൂൺ മതി. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിനൊന്ന് വേവിച്ചെടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന പാത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പാത്രമാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതൊരു അത്യാവശ്യം നല്ല പാത്രമാണ് കേട്ടോ. ഇതൊരു സ്റ്റീലല്ല, നമ്മുടെ അലൂമിനിയത്തിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഗൈസ്, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ബട്ടർ പേപ്പർ എടുത്ത് നമ്മുടെ ബട്ടർ പേപ്പർ സെറ്റാക്കി നമ്മുടെ കേക്കിൻ്റെ പാത്രത്തിൻ്റെ അകത്തേക്ക് നമുക്ക് സെറ്റാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. കറക്റ്റ് ഷേപ്പാക്കി കൊടുക്കാം നമുക്ക്. കറക്റ്റ് എഡ്ജൊക്കെ വന്ന് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം കേട്ടോ. കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇട്ട് കൊടുക്കണം കേട്ടോ ഗൈസ്. ഫസ്റ്റ് കുറച്ചിട്ടിട്ട് ഒന്ന് അനക്കി കൊടുക്കാം. കാരണം ഇത് എല്ലായിടത്തേക്ക് സ്പ്രെഡ് ആകണം. അത് കാരണം നമ്മൾ അനക്കി കൊടുക്കാം. ഇനി നമ്മുടെ കേക്കിൻ്റെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഗൈസ്, ഇനി നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിനെ നമ്മളിങ്ങനെ ഇളക്കി നമ്മൾ നല്ലപോലെ സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കേക്കിൻ്റെ ബാറ്ററീനെ. ഗൈസ്, നമ്മൾ കേക്ക് വേവിക്കാൻ വേണ്ടി എടുക്കുന്നത് നമ്മൾ ഇതുപോലത്തെ ഒരു അലൂമിനിയത്തിൻ്റെ പാത്രമാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അലൂമിനിയത്തിൻ്റെ പാത്രത്തിൻ്റെ അകത്തേക്ക് നമ്മൾ ഉപ്പ് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് കരിഞ്ഞു പോകാതിരിക്കാനും പിന്നെ നമ്മുടെ ഈ കേക്ക് നല്ലപോലെ വെന്ത് കിട്ടാനും വേണ്ടിയാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇത് ഉപ്പായാലും വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മണലാണെങ്കിലും ഇടാം. അപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. സമയം ഇനി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഓക്കെ സെറ്റ്. ഗൈസ് ഇനി നമ്മുടെ ഉപ്പും നമ്മുടെ കേക്കുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലത്തെ ഒരു വട്ടം പോലത്തെ ഒരു സാധനം വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ കേക്കിനെടുത്ത് വെച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിയൊക്കെ നമ്മൾ ഇതേ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതിന് കുക്കിംഗ് ടൈം എന്ന് വെക്കാൻ നേരത്ത് ഒരു അരമണിക്കൂറോളം വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് മൂടിയിട്ട് നമുക്ക് നമ്മുടെ സ്റ്റൗവിൽ കൊണ്ട് വെക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ തീ വെച്ചേക്കുന്നത്. ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ കേക്ക് വെന്താന്ന് നമുക്ക് നോക്കാൻ പറ്റും കേട്ടോ. ഇത് നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ കേക്ക് വെന്താന്ന് നോക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ഈർക്കിലെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം ഗൈസ്. നമ്മുടെ ഈർക്കിൽ നമ്മുടെ കേക്കൊന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കൊന്ന് പുറത്തേക്ക് എടുക്കാം ഗൈസ്. നമ്മുടെ കേക്കിനെ അപ്പോൾ കമത്താൻ പോയിട്ടാ നമ്മൾ. നോക്കിക്കോ ഗൈസ്. ഓ സെറ്റ് കേട്ടാ, സെറ്റായിട്ടുണ്ട്. കേക്ക് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കവർ മാറ്റി കൊടുക്കാം. ഒരു ലെയർ എടുത്ത് മാറ്റി നമ്മൾ രണ്ടാമത്തെ ലെയറും കൂടെ എടുത്ത് മാറ്റാൻ വേണം നമ്മൾ. ഓ നല്ല ചൂടാകട്ടെ, നല്ല കിട്ടിലും ചൂടാ വന്നത്. ഓ ഗൈസ്, കൈ കൊള്ളണ്ട. എൻ്റെ മോനെ വിഷയം സാധനം ഗൈസ്. അപ്പോൾ നമ്മൾ കേക്കിന് കുറച്ച് ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ചോക്ലേറ്റ് കേക്കിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് കൊടുക്കാം. ഇട്ട് പരത്തി കൊടുക്കാൻ മതി. പരത്തി കൊടുക്കാം. ഇതിങ്ങനെ പരത്തി കൊടുക്കാൻ കേട്ടോ. നമ്മുടെ കേക്ക് ഒരുമാതിരി സെറ്റായിട്ടുണ്ട് സുഹൃത്തുക്കളെ. നല്ല മണം അടിക്കണം കേട്ടോ. നല്ല കിട്ടില്ല മണം അടിക്കണത്. നമ്മുടെ ചോക്ലേറ്റിൻ്റെയും ഓറിയോയുടെയും നല്ല കിട്ടില്ല മണം കേട്ടോ അടിക്കണത് മച്ചന്മാരെ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് നല്ല സെറ്റായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്. പിടിച്ച് നോക്കാൻ പറ്റുന്നത് എങ്ങനെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ബർത്ത്ഡേ പോയ നമ്മുടെ ഗ്രാൻഡ് സൂട്ടനാണ് നമ്മൾ ഇത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി. എന്താണ് ബർത്ത്ഡേ എന്ന് പറ? ഹാപ്പി ബർത്ത്ഡേ ഗൈസ്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ പോയിക്ക് നമ്മൾ അമിഗോസ് ട്യൂബിൻ്റെ ഒരു കേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേക്ക് മുറുക്കി പിടിക്ക് വാ പിടിക്ക്. പാട്ടോടെ ലസനെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ചെറിയ കഷ്ണം. ആ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാനൊന്ന് ടേസ്റ്റ് നോക്കാം. പൊളി സാധനം കേട്ടോ, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. എങ്ങനെയുണ്ട്? കൊള്ളാവാ? കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. എടാ വർഷത്തേക്ക് പറയണ. കൊള്ളാവാ? ആ കൊള്ളാം. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഇല്ലെന്നൊന്നും പറയാൻ പാടില്ല. കൊള്ളാന്ന് തന്നെ പറയണം കേട്ടല്ലേ? കൊള്ളാവാ? അപ്പോൾ പ്രശ്നം കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്നാലും ഞങ്ങളുടെ അമിഗോസ് 2 എന്ന് പറഞ്ഞ ഞങ്ങളുടെ സ്വന്തം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചിടിച്ച് പൊട്ടിച്ചേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു കാര്യം പറഞ്ഞു, കേക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കൊച്ചിന്? നമ്മുടെ കൊച്ചിന് കേക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് കേട്ടാ പറയണത്. അപ്പോൾ ഫ്രണ്ട്സ്, വീണ്ടും കാണാവുന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ ക്ലൈനോടൊപ്പം മിസ് ബി ജോർജിൻ ജോയ് സൈനിങ് ഔട്ട്.